ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ആക്ച്വലി ഒരു നോമ്പ് പിടിച്ചിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ നോമ്പാണിത്. ഞാൻ ഇന്നേ വരെ അങ്ങനെ നോമ്പോ കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാനത് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പിടിക്കുന്നൊരു നോമ്പാണ്. എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എടുത്തൊരു നോമ്പാണ്. പക്ഷേ കുഴപ്പമില്ല, നല്ല രീതിക്കത് എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ബ്രദറും ഹസ്ബൻഡൊക്കെ എടുക്കാറുണ്ട്, ഞാൻ അങ്ങനെ എടുക്കാറില്ല. ആക്ച്വലി ഇത് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ കുടുംബശ്രീയിലുണ്ട്. അപ്പോൾ ആ കുടുംബശ്രീയിൽ നമ്മളിങ്ങനെ ഇഫ്താറും ക്രിസ്മസും ഓണവും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഇഫ്താർ പാർട്ടി വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നോമ്പ് എടുത്തിട്ട് ആ പാർട്ടിയിൽ പങ്കെടുക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് ആ ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ നോമ്പ് പിടിച്ചതായിരുന്നു അന്ന്. രാവിലെ ഒരു 3:45 ആയപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിനടുത്തുള്ള ആൻറ്റിയോട് ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നോമ്പ് തലേ ദിവസം തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, വാങ്ക് വിളിക്കുന്നതിന് മുന്നേ തന്നെ അത്താഴമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതായിരുന്നു നോമ്പ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വിചാരിച്ചു മുട്ട കൊണ്ട് ചെറുതായിട്ടൊരു റൈസ് ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതിയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും ഒരു 5:02 ആയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ. അന്ന് ഭാഗ്യത്തിന് 5:17 വാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ കംപ്ലീറ്റ് ജോലിയും കഴിഞ്ഞതിന് ശേഷമാണ് വാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വെറുതെ പുറത്തിരുന്ന് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചതിന് ശേഷം രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. രാവിലെ പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ രാവിലെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ വെറുതെ ഇരിപ്പായിരുന്നു. വേറെ കാര്യങ്ങളൊന്നുമില്ല, ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്, യൂഷ്വലി ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ഇങ്ങനെ എന്താ പറയാൻ, ഇനി എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരു ടൈമായിരുന്നു. പിന്നെ മോൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡൊക്കെ ചെയ്തു. പിന്നെ വൈകിട്ട് നമ്മൾ ഇഫ്താറിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ വാട്ടർ മെലണൊക്കെ കട്ട് ചെയ്ത് വെച്ചു, ജ്യൂസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതൊക്കെ സെറ്റ് ചെയ്തതൊരു 4 ആയ സമയത്തായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ഫ്രഷപ്പൊക്കെ ആയിട്ട് വരാം. അപ്പോഴത്തേക്കും ഈ ഇഫ്താറിനുള്ള എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ട് ഞാനും താഴെ പോയി. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന വിഭവങ്ങൾ ഇതൊക്കെയാണ്. നോമ്പ് കഞ്ഞി, തണ്ണിമത്തൻ, പിന്നെ കിണ്ണത്തപ്പം, ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആൻറ്റിയോട് ചോദിക്കുകയാണ് ഇനി എന്താ പറയാനുള്ളത്, നോമ്പ് പൊറിക്കേണ്ട സമയമായി. അപ്പോൾ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു തന്നു. അതൊക്കെ പറഞ്ഞിട്ടാണ് നോമ്പൊക്കെ മുറിച്ചത്. പിന്നെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. ബിരിയാണി ആയിരുന്നു സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ ഈ പുണ്യ റമദാൻ മാസത്തിൽ ആക്ച്വലി ഒരു നോമ്പെടുക്കാൻ പറ്റിയത് വളരെ അനുഗ്രഹമായി തോന്നി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. ബായ്.